നമുക്ക് ഇന്നൊരു ക്യൂട്ടായിട്ടുള്ള പേപ്പർ ഫ്ലവർ ഉണ്ടാക്കിയാലോ? അപ്പം അതിനായിട്ട് നമുക്ക് പേപ്പറാണ് കേട്ടോ വേണ്ടത്. A4 ഷീറ്റ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ, കുറച്ച് കളർഫുൾ ആയിരിക്കാൻ. A4 ഷീറ്റ് കളർ പേപ്പർ എടുക്കാം, സാധാ A4 ഷീറ്റ് എടുക്കാം, ന്യൂസ് പേപ്പർ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പേഴ്സ് എടുക്കാം. അതിനുശേഷം അതിനെ രണ്ടായിട്ട് മടക്കിയാൽ നമുക്ക് ഡബിൾ ആയിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ഒരു സെല്ലോ ടേപ്പ് എടുക്കുന്നുണ്ട്. വട്ടം വരക്കാനാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു വട്ടം പോലത്തെ എന്തെങ്കിലും സാധനം എടുക്കാം. ഇത് എത്രണ്ണം സർക്കിൾ വേണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഈ ഫ്ലവർ ഉണ്ടാക്കാൻ എടുത്തത് 3 A4 ഷീറ്റ് പേപ്പറാണ് കേട്ടോ. ഞാൻ ഈ പിങ്ക് പേപ്പർ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ഇത് ഉണ്ടാക്കുമ്പോൾ ഞാൻ 2 A4 ഷീറ്റും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ ഒരുപാട് സർക്കിൾ ആക്കിയിട്ടുണ്ട്. ഒരു 10-25 വേണ്ടി വരും സർക്കിൾസ്. നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്താൽ നമുക്ക് ഈ രണ്ടെണ്ണം വീതം വെച്ചിട്ടും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒട്ടിക്കുമ്പോണ്ടല്ലോ എനിക്ക് തികഞ്ഞില്ല പേപ്പർ, അതുകൊണ്ട് ഞാൻ വീണ്ടും കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഇതുപോലെ സർക്കിൾ കട്ട് ചെയ്തു. പിന്നെ വീണ്ടും ഞാൻ സർക്കിൾ കട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് 3 പേപ്പർ വേണ്ടി വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു പേപ്പർ ഗ്ലാസ് എടുക്കാം. പേപ്പർ ഗ്ലാസ്സോ പഴയ വീട്ടിലുണ്ടായ പഴയ ഗ്ലാസ് എടുക്കാം. ആ ഗ്ലാസ്സിന് നമുക്ക് ഒട്ടിക്കൊന്നും വേണ്ട കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ പേപ്പർ വയ്ക്കുക, ഒട്ടിക്കൊന്നും വേണ്ട കേട്ടോ. അതിനുശേഷം അതിൻ്റെ മേളിലാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഒട്ടിക്കേണ്ടത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിക്കും. ഒരു സമയത്ത് ഭയങ്കര വൈറലായിരുന്ന സാധനമാണ്. ഞാനിത് ഉണ്ടാക്കാൻ എനിക്ക് മടി കാരണം ഞാനിത് ഉണ്ടാക്കിയില്ല. പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഇതുപോലെ നമ്മൾ ലെയർ ആയിട്ട് ഒട്ടിക്കണം. ഫസ്റ്റ് ട്രിപ്പിൽ നമ്മൾ ഇങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്. നമുക്ക് കുറച്ച് ഇളകിയൊക്കെ വരും. അതിനുശേഷം ഇതുപോലെ ഒട്ടിക്കണം. പിന്നെ നമുക്ക് ഭയങ്കര ഈസിയാണ്. ഇങ്ങനെയും കൂടി ഒട്ടിച്ചാൽ നമുക്ക് ഭയങ്കര ഈസിയാണ്. ഇതിൻ്റെ മേളിൽ ഫുൾ ചുറ്റിൽ ഇങ്ങനെ ഗമ്മാക്കിയിട്ട് അതിൻ്റെ മേളിൽ വെച്ചാൽ മതി കേട്ടോ. നമുക്ക് എനിക്ക് ലാസ്റ്റാണ് കേട്ടോ അത് ബുദ്ധി മുളച്ചത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ പെറുക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്തത് കേട്ടോ. അപ്പം നിങ്ങൾ ചുറ്റും ഈ ചുറ്റും ഇതുപോലെ ഗമ്മാക്കിയിട്ട് പേപ്പർ ഇങ്ങനെ പെട്ടെന്ന് ഒട്ടിച്ചു തന്നാൽ മതി. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ പേപ്പർ ഒട്ടിക്കുന്നത് ഒരു ലെയർ ആയിട്ട് കുറച്ച് വരും. അങ്ങനെ ഇതിൻ്റെ ലാസ്റ്റ് എത്തുമ്പോഴും നമ്മൾ നിർത്തേണ്ടത്. അങ്ങനെ ഞാൻ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വൈറ്റ് പേപ്പറിൻ്റെ ആവശ്യം വന്നത് നിങ്ങൾ കണ്ടില്ലേ. എന്നിട്ട് അത് ഞാൻ മുറിച്ചെടുത്തു. പിന്നെ വീണ്ടും ഞാൻ ഒട്ടിക്കൽ പരിപാടി തുടങ്ങി. ഇത് ഏകദേശം ലാസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്.